സമരത്തിൽ റേഷൻ മുടങ്ങി. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ രാപ്പകൽ സമരം. വേതന പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നാളെ വൈകുന്നേരം വരെയുള്ള സമരം. ജനത്തിന് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. വ്യാപാരികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാരിന് ദുരഭിമാനം വേണ്ട എന്ന് CITU നേതാവ് TP രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ 10,000-ലധികം റേഷൻ കടകൾ അടച്ചിട്ടാണ് വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, KTPDS അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ധനമന്ത്രി എന്നിവരുമായി റേഷൻ വ്യാപാരികൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം. സമരത്തിനെതിരെ മന്ത്രി GR അനിൽ രംഗത്തെത്തി. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. കാരണം ഒരു നിഷേധ നിലപാടില്ലല്ലോ, തുറന്ന മനസ്സല്ലേ. വേണ്ടി വന്നാൽ വ്യാപാരികളുമായി വീണ്ടും ചർച്ച ചെയ്യാമെന്നും മന്ത്രി വ്യക്തമാക്കി. CITU നേതാവും മുൻമന്ത്രിയുമായ TP രാമകൃഷ്ണൻ മന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തി. എല്ലാം പരിഹരിച്ചു എന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന പത്രത്തിൽ കണ്ടെന്നും എങ്കിൽ പിന്നെ നടപ്പിലാക്കിയാൽ പോരെ എന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. ഇപ്പോൾ ചർച്ച ചെയ്ത് ധാരണയിലെത്തി എന്ന് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി. അത് വായിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. അത് അവരെ നടപ്പിലാക്കിയാൽ മതിയല്ലോ. ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരുന്നു. അടുത്ത 2 ദിവസം സമരം കൂടിയാകുന്നതോടെ തുടർച്ചയായി 4 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങും. 24 തിരുവനന്തപുരം.